ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള രോഷപ്രകടനം ഇന്നലത്തെ അൽത്താനിയുടെ വാർത്താ സമ്മേളനത്തിൽ പ്രകടമാണ്. ഇസ്രായേലിന്റേത് ഭരണകൂട ഭീകരതയാണ് എന്നും ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടുവെന്നും അൽത്താനി പറയുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ആക്രമണ സൂചന കാണാതെ പോകാനാകില്ല. ഖത്തറിൽ നടന്ന ഇസ്രായേൽ ആക്രമണം അറബ് രാഷ്ട്രങ്ങൾക്കുമേൽ അശാന്തിയുടെ കരിനിഴൽ വീഴ്ത്തുന്നതായിരുന്നു. ഇസ്രായേലിനെ ഖത്തർ തിരിച്ചടിക്കുമോ ഇല്ലയോ എന്നതടക്കമുള്ള കാര്യത്തിലും ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ തിരിച്ചടിക്കുള്ള സാധ്യത വിരളമാണ് എങ്കിലും ഞായർ തിങ്കൾ ദിവസങ്ങളിലായി നടക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി എന്ത് തീരുമാനമെടുക്കുമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ആശങ്ക. ഗൾഫ് സഹകരണ കൗൺസിലിലെ മറ്റ് രാഷ്ട്രങ്ങളും മറ്റ് അറബ് രാഷ്ട്രങ്ങളും തിരിച്ചടി വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നാണ് കണ്ടറിയേണ്ടത്. തിരിച്ചടിക്കേണ്ടതില്ല എന്ന നിഗമനത്തിലാണ് ചില അറബ് രാഷ്ട്രങ്ങൾ. കാരണം അത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടാകുന്നത് പശ്ചിമേഷ്യയിലാകെ സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന കണക്കുകൂട്ടലുണ്ട്. എന്നിരുന്നാലും കഴിഞ്ഞ 72 മണിക്കൂറിനിടെ ഇസ്രായേൽ 6 പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന വാർത്ത വലിയ ആശങ്കയോടെയാണ് അന്തർദേശീയ രാഷ്ട്രീയം കാണുന്നത്. ഇസ്രായേലിനെ ആക്രമിക്കാൻ തക്ക സൈനിക ശക്തി ഇല്ല എന്നതും മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങൾ തിരിച്ചടിക്ക് സഹായമോ പിന്തുണയോ നൽകില്ല എന്ന നിഗമനവുമാണ് ഖത്തർ ഇസ്രായേലിന് മറുപടി നൽകില്ല എന്ന് വിശ്വസിക്കാൻ കാരണം. മറ്റൊരു കാരണം ഇതുവഴി ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കലാകുമോ എന്ന സംശയവും ഖത്തർ തിരിച്ചടിക്കില്ല എന്ന നിഗമനത്തിലെത്താൻ ഇടയാക്കി. എന്നാൽ ഇതിനെല്ലാം അപ്പുറം മറ്റൊരു തലത്തിലേക്ക്, അതായത് ഇസ്രായേലിന് പ്രാദേശിക തലത്തിൽ തിരിച്ചടി നൽകണമെന്നാണ് ഖത്തർ പ്രതീക്ഷിക്കുന്നത് എന്ന ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അൽത്താനിയുടെ വാക്കുകളാണ് മറ്റൊരു ചർച്ചയ്ക്ക് വഴിവെച്ചത്. ഇതോടെ എല്ലാ കണ്ണുകളും ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി നടക്കുന്ന അറബ് ഉച്ചകോടിയിലേക്കായി. അറബ് രാഷ്ട്രങ്ങൾ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നറിയാനാണ് അന്തർദേശീയ സമൂഹം കാത്തിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിക്കാനാണ് അറബ് രാഷ്ട്രങ്ങൾ തീരുമാനിക്കുന്നത് എങ്കിൽ അത് പശ്ചിമേഷ്യയിൽ പുതിയ പോർമുഖം തുറക്കലാകും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായി പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിൽ തുടർച്ചയായി ഇസ്രായേൽ ആക്രമണം നടത്തിവരികയാണ്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ തന്നെ ഖത്തർ അടക്കം 6 പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ അതിരൂക്ഷമാകുകയാണ്. ഖത്തറിന് പുറമെ യമനിലും ലെബനനിലും സിറിയയിലും ടുണീഷ്യയിലും പലസ്തീനിലും ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ആക്രമണങ്ങളിലെല്ലാം തന്നെ സാധാരണക്കാരടക്കം കൊല്ലപ്പെടുകയും ചെയ്തു. 72 മണിക്കൂറിനുള്ളിലാണ് 6 രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. ഇത് ലോകമെമ്പാടും അശാന്തിയുടെ പുതിയ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഖത്തറിൽ അറബ് ഇസ്ലാമിക് ഉച്ചകോടിക്ക് ഞായറാഴ്ച തുടക്കമാകുന്നത് എന്നുകൂടി ഓർക്കണം. ഇക്കഴിഞ്ഞ ആക്രമണങ്ങളെല്ലാം ശത്രു കേന്ദ്രങ്ങളിലാണ് എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് എങ്കിലും ഇതുമായൊന്നും ബന്ധമില്ലാത്ത സാധാരണ ജനങ്ങൾ കൂടി കൊല്ലപ്പെടുന്നുണ്ട് എന്നത് കാണാതെ പോകരുത്. ഈ സാഹചര്യത്തിൽ തുടർച്ചയായുള്ള അക്രമങ്ങളെക്കുറിച്ച് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എന്ത് നിലപാടെടുക്കുമെന്ന് അന്താരാഷ്ട്ര സമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. അറബ് മേഖലയിലെ മറ്റു പങ്കാളികളുമായി ഇസ്രായേൽ ആക്രമണ വിഷയം ചർച്ച ചെയ്തു വരികയാണ് എന്ന അൽത്താനിയുടെ വാക്കുകളിൽ മറുപടി ആക്രമണത്തിനുള്ള സാധ്യത ഇല്ല എന്ന് പറയാനാകില്ല. ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള രോഷപ്രകടനം ഇന്നലത്തെ അൽത്താനിയുടെ വാർത്താ സമ്മേളനത്തിൽ പ്രകടമാണ്. ഇസ്രായേലിന്റേത് ഭരണകൂട ഭീകരതയാണ് എന്നും ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടുവെന്നും അൽത്താനി പറയുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ആക്രമണ സൂചന കാണാതെ പോകാനാകില്ല. ഗാസയിലെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മങ്ങലേൽക്കുമെന്നതിനാൽ ഉടനടി ഒരു തിരിച്ചടി നടത്തില്ല എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ഗാസയിൽ ബന്ദികളാക്കപ്പെട്ട ഇസ്രായേൽ പൗരന്മാരുടെ കാര്യത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടുവെന്നാണ് ഇന്നലെ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അൽത്താനി പറഞ്ഞത്. ഇതിൽ നിന്ന് ചില സൂചനകളൊക്കെ അന്തർദേശീയ സമൂഹം ഊഹിച്ചെടുക്കുന്നുമുണ്ട്. ഗാസയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഖത്തറിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതാണ് ലോകത്തെ തന്നെ ഞെട്ടിച്ചത്. ഗാസയിലെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് ഖത്തറായിരുന്നു. അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഖത്തറുമായി ആലോചിക്കുന്നതിനാണ് ഹമാസ് നേതാക്കൾ ദോഹയിൽ കൂടിയിരുന്നതും. പക്ഷേ ഇതിനെല്ലാം ഇടയിൽ ദോഹയിൽ ഹമാസ് നേതാക്കൾ തങ്ങിയ ഇടത്ത് തന്നെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ഒരു യുദ്ധപ്രഖ്യാപനമായാണ് ലോകം കണ്ടത്. ഇതിന് പിന്നാലെ മറ്റ് 5 പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിൽ കൂടി ആക്രമണം നടന്നു. ഇസ്രായേൽ പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധം നടത്തി കടന്നുകയറി പരമാധികാരം സ്ഥാപിക്കുമോ എന്ന ആശങ്ക ഈ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ ഉടലെടുത്തിട്ട് ഏതാനും നാളുകളായി. ഈ സംശയത്തിന് ബലം നൽകുന്നതാണ് ഇപ്പോൾ 6 പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നടന്ന ആക്രമണം. യമനിലെ ഹൂതി നിയന്ത്രിത മേഖലകളിലും വടക്കു കിഴക്കൻ ലെബനാനിലെ ബെക്ക,
ഹെർമൽ എന്നീ സ്ഥലങ്ങളിലുമാണ് ഇസ്രയേൽ ആക്രമണങ്ങൾ നടന്നത്. കുറഞ്ഞത് 8 വ്യോമാക്രമണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ സിറിയയിലെ ഹോംസിലെ ഒരു വ്യോമസേനാ താവളവും സൈനിക ബാരക്കും ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങൾ ആക്രമിച്ചതായും റിപ്പോർട്ടുണ്ട്. ലക്ഷ്യമിടുന്നത് ശത്രുക്കളുടെ സൈനിക സ്ഥാപനങ്ങളെയും പ്രവർത്തനങ്ങളെയും മാത്രമാണ് എന്ന് ഇസ്രായേൽ പറയുമ്പോഴും ഇത്തരം ആക്രമണങ്ങളിൽ സാധാരണക്കാർക്കും പരിക്കേൽക്കുകയും മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഗാസ നഗരത്തിൽ ഇസ്രായേൽ സൈനിക നടപടി ഇപ്പോഴും തുടരുകയാണ്. ഈ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെ സാരമായി ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.